ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് പോയിട്ടുള്ളത് മലയാള മനോരമയുടെ കരുതൽ എന്ന ഒരു മനോരമയുടെ ഒരു പങ്ക്തി ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടൊരു പാചക മത്സരം ഉണ്ടായിരുന്നു കേട്ടോ. അതും മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും മലയാള മനോരമയും ചേർന്ന് നമ്മുടെ വാവാസ് പെരിന്തൽമണ്ണ വാവാസ് മാളിലായിരുന്നു പരിപാടി. അവിടെ മഞ്ഞണാങ്കൈ അലി സാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗസ്റ്റായിട്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് മനോരമ പത്രത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഫോട്ടോ സെക്ഷനൊക്കെയാണ് കേട്ടോ. ഭയങ്കര അടിപൊളി പരിപാടി തന്നെയായിരുന്നു. ഞാൻ വീണ്ടും മത്സരിക്കുകയാണ് മലയാള മനോരമയിൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഷലാക്ക കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്, അതുപോലെ തന്നെ തേർഡ് പ്രൈസ് കിട്ടിയത് അവളുടെ അനിയത്തിക്കും, സെക്കൻഡ് ഷബനാക്കും. അങ്ങനെ ഞങ്ങൾ ആ സന്തോഷം പങ്കിടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പറയാതെയാണ് പോന്നിരുന്നത്, അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് കാര്യം പറയാണ്. അങ്ങനെ ഞാനിതാ സമയം 9:45 ഞാൻ അവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ പരിപാടി തുടങ്ങുന്നതിന് മുമ്പെയാണിത്. അപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ ഇവിടെ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്നാക്ക് കോമ്പറ്റീഷനാണ്, അതായത് റമളാൻ വിഭവങ്ങൾ, സ്നാക്ക് മാത്രമല്ല റമളാനിൽ ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ വിഭവങ്ങളും. അപ്പോൾ വെറൈറ്റി വിഭവങ്ങളാവണമല്ലോ. അപ്പോൾ ഞാനും എൻ്റെ ഒരു രീതിയിൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് മൈലാഞ്ചിക്കോയി എന്ന് ഞാൻ പേരിട്ടിട്ടുണ്ട്, നക്ഷത്ര പത്തിരിയും. അങ്ങനെ അതും കൊണ്ട് ഞാനും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. നദീറ താത്ത, അതുപോലെ നസീമ താത്ത, 2 നസീമ താത്താരുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ ഇടക്കരയുള്ളതും ഒന്ന് നമ്മുടെ പുത്തനത്താണിയുള്ളതും, അതുപോലെ ഷബന. പിന്നെ അവിടെ നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടു കേട്ടോ. ഇതൊക്കെ എൻ്റെ അടുത്തിരിക്കുന്നവരാണ്. അപ്പോൾ ഇവർ നല്ല അടിപൊളി സെറ്റിങ്സ് തന്നെ ആയിരുന്നു കേട്ടോ ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ കൃത്യം 9 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്, 9:45 എത്തിയപ്പോൾ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, മത്സരം തുടങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും സ്നാക്ക് വിഭവങ്ങൾ, റമളാൻ വിഭവങ്ങളൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആരാന്നും പിന്നെ എന്താ വീഡിയോ എടുക്കുന്നത് ചോദിച്ചു. ഇതാണ് കേട്ടോ സാരത്താത്ത. ഈ സാരത്താത്തക്ക് ഒരുപാട് സർപ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. തുടങ്ങുകയാണ്. ഞാൻ മലയാള മനോരമയുടെ മലപ്പുറത്തെ കേന്ദ്രമായിട്ട് വന്നിട്ട് 2 വർഷം. ഈ 2 വർഷത്തിനിടയ്ക്ക് മനോരമ ഇത് 4ാമത്തേതാണ് ഒരു പാചക മത്സരം സംഘടിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഞാനിവിടെ മലപ്പുറത്ത് വന്നപ്പോൾ ബേസിക്കലി ഞാൻ കൊച്ചിക്കാരനാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട 2 മേഖലകൾ, ഒന്ന് ഫുഡും മറ്റൊന്ന് ഫുട്ബോളും. അത് തന്നെയാണ് ഞാൻ മലപ്പുറത്തേക്ക് വരാൻ കാരണമായത്. ഫുട്ബോള് കളിച്ചിട്ടുണ്ട്, പിന്നെ ഒരു കളി എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ജേർണലിസ്റ്റിന് പേരെടുത്തത്. ഫുഡും അങ്ങനെ തന്നെ ഞാൻ ചെറുപ്പത്തിലെ പാചകം ചെയ്യുമായിരുന്നു. വീട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ പാചകം ചെയ്യുമായിരുന്നു. പിന്നീട് പാചകത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും രുചിയുടെ വൈവിധ്യത്തെക്കുറിച്ചും എഴുതുന്ന ഒരാളായി മാറി. കൊച്ചിയിൽ മെട്രോ മനോരമ എന്ന് പറഞ്ഞിട്ട് മനോരമയ്ക്ക് ഒരു സൃഷ്ടി പോയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ എഴുതുമ്പോൾ അതിന് സ്ഥിരമായി കോളങ്ങൾ എഴുതിപ്പെട്ടിരിക്കും. അങ്ങനെ കൊച്ചിയിലത്തെ പാചകക്കാരുമായിട്ടും പ്രത്യേകിച്ച് പ്രൊഫഷണൽ ഷെഫുമാരായിട്ടും അടുപ്പം വന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ നേടുമ്പോൾ എനിക്ക് കരയണം ചിരിക്കണോ എന്നറിയില്ല, കാരണം സ്വന്തം നാട് വിട്ട് മാറണം. പക്ഷേ കൊച്ചിയുടെ ഒപ്പം ഫുഡിൻ്റെ പാരമ്പര്യമുള്ള, അതിനേക്കാളേറെ ഭക്ഷണം വിളമ്പുന്നതിൽ സ്നേഹമുള്ള, കൊച്ചിയേക്കാൾ തീർച്ചയായും ഫുട്ബോളിൻ്റെ പാരമ്പര്യമുള്ള മലപ്പുറത്തേക്ക് വരുമ്പോൾ പിന്നെ വേറെ ഓപ്ഷനില്ല. അപ്പോൾ നമ്മൾ മലപ്പുറത്തെ ജീവിതം ആസ്വദിക്കുക എന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഫുഡും ഫുട്ബോളും. അപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ചില ഫീഡ്ബാക്കുകൾ കിട്ടി. അതായത് മലപ്പുറത്തെ മനോരമയിൽ സ്ത്രീകൾക്ക് വായിക്കാൻ കാര്യമായ സംഭവങ്ങളൊന്നും ഇല്ല. അതായത് സാമൂഹിക പ്രശ്നങ്ങളൊക്കെ സ്ത്രീകളെ കുറിച്ചുള്ളതൊക്കെ ഉണ്ടെങ്കിലും അല്ലാതെ സ്ത്രീകൾക്ക് വായിക്കാൻ വേണ്ടിയുള്ള ചില എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ഫീമെയിൽ മലപ്പുറം എന്ന് പറഞ്ഞൊരു പേജ് മനോരമ തുടങ്ങി. അപ്പൊ ആ ഫീമെയിൽ മലപ്പുറം എന്നുള്ള പേജ് എന്തായാലും പാചകം ഒരു പ്രധാനപ്പെട്ട വിഭവമാകണം എന്ന് ഞങ്ങളുടെ പത്രാധിപ സമിതിയിലെ ആളുകളും ഞങ്ങളുടെ മറ്റ് മലപ്പുറത്തെ മനോരമ ടീമംഗങ്ങളും എല്ലാവരും കൂടിയാണ് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ പാചകത്തിന്റെ കുറിപ്പടികൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ പാചകം ഒരു ഇവന്റ്, പാചക മത്സരങ്ങൾ നടത്തണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നത്. അങ്ങനെ പാചക മത്സരങ്ങൾ നടത്തുന്നു. ഇതിപ്പോ 4ാമത്തെ ഇവന്റാണ്. അപ്പോൾ ഈ 4ാമത്തെ ഇവന്റ് ഇത് മലയാള മനോരമയുടെ മലപ്പുറം ടീമിന്റെ മാത്രം ഒരു സംഭാവനയല്ല, ഇത് മലയാള മനോരമയുടെ പാലക്കാട് ടീമിന്റെ ഒരു സംഭാവനയാണ്.
പാലക്കാട് മലപ്പുറം യൂണിറ്റുകൾ ചേർന്നാണ് ഇത് നടത്തുന്നതെന്ന് പറയാം. ഇനി പാലക്കാടും ഭക്ഷണമേളകളും ഭക്ഷ്യ മത്സരങ്ങളും പാചക മത്സരങ്ങളും ഒക്കെ നടക്കും. അപ്പോൾ ഇന്ന് ഈ മത്സരം ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ കാരണം പെരിന്തൽമണ്ണയില് നടന്നു തയ്യാറായി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സ്വർണത്തിന്റെ അല്ലെങ്കിൽ ആഭരണത്തിന്റെ കച്ചവടത്തിൽ എന്താണ് ഈ പാചകത്തിന് സ്ഥാനം? സ്വാഭാവികമായി ആഭരണം കൂടുതൽ വാങ്ങുകയും ധരിക്കുകയൊക്കെ ചെയ്യുന്നത് സ്ത്രീജനങ്ങളാണ്, സഹോദരിമാരാണ്, ഉമ്മമാരാണ്, അതൊക്കെ നമുക്കറിയാം. എങ്കിലും ഈ സ്വർണം അല്ലെങ്കിൽ ആഭരണം എന്നുള്ള ഒരു കച്ചവടത്തിന്റെ കാര്യത്തിൽ അന്നേരം ഈ ഒരു പാചക മത്സരം ഇത് എവിടെ നിന്ന് വന്നു എന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ നോമ്പുതുറ വിഭവങ്ങൾ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നോമ്പുകാലമായി വരുന്നു. ആ നോമ്പുകാലത്തിന്റെ വിശുദ്ധി, അതിൻ്റെ ഒരു ചൈതന്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആധ്യാത്മിക ചൈതന്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട എങ്കിൽ പോലും ഭക്ഷണത്തെക്കുറിച്ച് മലപ്പുറംകാർക്കുള്ള ഒരു സ്നേഹവും ഭക്ഷണത്തോടുള്ള വലിയ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആധ്യാത്മികതയുടെ അടുത്ത് നിൽക്കുന്ന സ്നേഹമാണ് ഭക്ഷണത്തോട് മലപ്പുറംകാർക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു നോമ്പുകാല വിഭവങ്ങളുടെ പാചകത്തിന്റെ മത്സരം നടത്തണമെന്ന് മലപ്പുറത്തെ മനോരമയും പാലക്കാട്ടെ മനോരമയും മൊതേസ് കോട്ടും കൂടി അന്ന് തീരുമാനിച്ചു. പക്ഷെ എനിക്ക് നോക്കുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പാചകത്തിനും ആഭരണങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇതൊരു അനുഭവമാണ്. ഈ ആഭരണങ്ങൾ ധരിക്കുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു അനുഭവമാണ്. ചിലപ്പോഴൊക്കെ ഒത്തിരി കാത്തിരുന്ന് കിട്ടുന്ന അനുഭവമാണ്. ചിലപ്പോഴൊക്കെ കാത്തിരിക്കാതെ, നിലച്ചിരിക്കാതെ സർപ്രൈസ് എന്നുള്ള രീതിയിൽ കിട്ടുന്ന ഒരു അനുഭവമാണ്. എന്തൊക്കെയാണെങ്കിലും പാചകവും ഭക്ഷണവും ആഭരണവും ജീവിതത്തിന്റെ വളരെ മനോഹരമായ രണ്ട് അനുഭവങ്ങളാണ്. ഒരു അനുഭവമാണ്, അതിൻ്റെ അകത്തൊരു സംതൃപ്തിയുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ നിങ്ങൾ ഒന്നുകൂടി നോക്കിയാലല്ല അതിന് പിന്നിലൊരു അധ്വാനമുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന തീർച്ചയായിട്ടും നമ്മൾ പൊതുവെ വലങ്കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഫിംഗർ ഫുഡ് എന്ന് പറയുന്നത് സായിപ്പന്മാര് കത്തി ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കുമ്പോൾ നമ്മള് അത് വിരലുകൊണ്ടാണ് കഴിക്കുന്നത്. അപ്പം ഈ ആഭരണത്തിൽ സ്പർശിക്കുമ്പോഴും വിരലുകൊണ്ട് സ്പർശിക്കുമ്പോഴും ഭക്ഷണത്തിൽ സ്പർശിക്കുമ്പോഴും ഭക്ഷണത്തിൽ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പറയാനൊന്നും ബാക്കി വെക്കാതെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മനോരമയുടെ കോർഡിനേറ്റർ ആന്റണി ഒന്നും ആവശ്യമില്ല. ഒന്ന് മലയാള മനോരമ, ഒന്ന് മദേഴ്സ് ബോർഡ്. ഈ മദേഴ്സ് ബോർഡ് ഇവിടെ വന്നിട്ട് മാസങ്ങളായിരിക്കും. അങ്ങനെ ഉദ്ഘാടന പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ റമളാൻ വിഭവം ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ നല്ല ഷോയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം അരമണിക്കൂറാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശാല വന്നു. അവൾക്കുള്ള പാത്രങ്ങളൊക്കെ ഞാനായിട്ട് കൊണ്ടു കൊടുത്തത്. അപ്പോൾ അതൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തു. പിന്നെ അവളുടെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞവരൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അപ്പം ഞാൻ വ്ളോഗറാണ്, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ നിന്ന് തന്നു കേട്ടോ. ഭയങ്കര സന്തോഷം. പിന്നെ ഇതാ നിയമ മാർക്കിടാനായി എത്തിയിരിക്കുന്നത് സെലിബ്രിറ്റി ഷെഫും അറിയപ്പെടുന്ന പാചക വിദഗ്ധയുമായ നമ്മുടെ പെരിന്തൽമണ്ണയുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാമല്ലേ, പെരിന്തൽമണ്ണയുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ തസ്നീം അസീസ് മാമുമാണ്. രണ്ടുപേരെയും ഈ ഒരു പരിപാടിക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അങ്ങനെ റമളാൻ വിഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ജഡ്ജ്മെൻറ്റ് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ തസ്നീം അസീസത്തെയും പിന്നെ തസ്നീത്തെയും അതുപോലെ തന്നെ ഫാത്തിമ ഇക്ബാൽ എന്ന് പറഞ്ഞ അവരും കൂടിയാണ് കേട്ടോ ജഡ്ജ്മെൻറ്റിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കണം അവനവൻ്റെ അടുത്ത്, ഒരു മേശൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് സെറ്റ് ചെയ്യാൻ നിന്ന ടൈമിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത് കേട്ടോ. അപ്പം ഞാനിത് ഇതുപോലെ പത്തിരി ഉണ്ടാക്കി, നക്ഷത്രത്തിൻ്റെ ഷേപ്പിൽ പത്തിരി ഉണ്ടാക്കി, അതിനുള്ളിൽ നല്ല ഗ്രീൻ കളറിൽ മസാല ഫില്ലിങ് ചെയ്തിട്ടുള്ള ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്.
അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, വെറൈറ്റി ആയ ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ഇട്ടെടുത്തതിന് ശേഷം 2-3 ആൾക്കാർ ഉണ്ടാക്കി റിവ്യൂ പറഞ്ഞു അടിപൊളിയാണെന്ന്. അപ്പോൾ എനിക്കതും സന്തോഷം തന്നെയാണ്. അതും നമുക്ക് ഒരാൾ നന്നായിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം. അപ്പോൾ നമ്മൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്തൊരു റെസിപ്പി ആകുമ്പോൾ അത് സന്തോഷമല്ലേ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ശാലാട ആരോ ഷക്സക്കോറ എന്ന് പേരിട്ടിട്ടുള്ള അടിപൊളി ഐറ്റം. പിന്നെ അപ്പോൾ ഇതാ എൻ്റെ ചിക്കൻ്റെ കളർ തന്നെ കണ്ടാലറിയാം മൈലാഞ്ചിക്കോയി എന്ന പേരിട്ടിട്ടുള്ളത്. ഇത് മൈലാഞ്ചി ആഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അതിൽ കഞ്ഞിക്കുരക്കിൻ്റെ ഇലയും പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, പച്ച കുരുമുളക് ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചീരൻ്റെ ഇല. അപ്പോൾ രൂപേശി, ശബന അവരൊക്കെ കാണുന്നുണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ ഇത് ഓരോരുത്തരുടെ വിഭവം, വെറൈറ്റി വിഭവങ്ങളൊക്കെ കാണാം. ചെമ്മീൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ. അപ്പോൾ ഇത് നസീമത്താൻ്റെ മറ്റേ നസീമത്താൻ്റെ പിന്നെ ഉന്നക്കായ, ചെമ്മീൻ ചുരട്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാം സെറ്റ് ചെയ്തതിന് വെച്ചതിന് ശേഷമുള്ള ഫോട്ടോയാണത് കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ളവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റുള്ള ആ ഒരു 25 പേര് ഉള്ള ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഓരോരുത്തരുടെയും നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഓരോ ആൾക്കാരെയും അവരുടെ വിഭവവും. ഇത് മൈമുന്താത്ത ഒരുപാട് പരിപാടിക്ക് പ്രൈസ് കിട്ടിയ ആളാണ് കേട്ടോ കുറച്ച് മുമ്പൊക്കെ. എനിക്കറിയുന്ന പേരൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് അറിയില്ല, എന്നാലും അടിപൊളി ഐറ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ, ക്യാരറ്റ്, ഉന്നക്കായ. അപ്പോൾ എല്ലാവരും വെറൈറ്റി ഐറ്റംസ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്. ഇത് എനിക്കൊരു ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത് കേട്ടോ. ചിക്കൻ സിഗാർസ്. പിന്നെ റമദാൻ വിഭവങ്ങൾ എന്നുള്ള ഒരു തീമായതുകൊണ്ട് തന്നെ ഈത്തപ്പഴവും ജ്യൂസും തരിക്കഞ്ഞിയും ഒക്കെ എല്ലാവരും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് ഡിഷ് കൊണ്ടുവരാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അതും ചില ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഈ ഒരു റോൾ ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ട് കട്ലറ്റ് പോലെ തന്നെ. അങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങൾ എനിക്ക് കാണാൻ പറ്റിയിട്ടോ. ഇത് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവായി ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ അല്ലാഹു അഹ്ലം പനിനീർ പെട്ടി. അപ്പോൾ ഇത് പണ്ട് കാലത്തേ ഉള്ള ഒരു ഐറ്റം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹാം ഡിജിറ്റലിൽ പോയപ്പോൾ നജിത്ത ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ല. അതുപോലെ തന്നെ ഇടിച്ചൊക്കെ വെച്ചിട്ടുള്ള നമ്മളെ കട്ട്ലറ്റാണ്. അങ്ങനെ ഓരോരുത്തരും വെറൈറ്റി ആയിട്ട് ഓരോന്നും ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഷബനയുടെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ള റോളപ്സ്, പ്രിൻറ്റഡ് ബ്രൗൺ റോളപ്സ്. ചെമ്മീൻ ചുരുട്ട് എന്ന് പറയാം, ഒരു വെറൈറ്റിയാണ് കേട്ടോ. അത് പച്ച പാലച്ചീരയും പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ പ്രിൻറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് സായറ എന്ന് പറയും. ഇവർ കഴിഞ്ഞ ക്യാബിക്കുള്ള 3rd പ്രൈസ് കിട്ടിയ ആളാണ് കേട്ടോ. ഇന്ന് മന്തിയാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഞാനിതൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. അത് ചൂടാക്കാൻ വെച്ചിട്ടുള്ളതാണ് മന്തി. അപ്പോൾ ഈ മന്തിക്ക് അപാര ടേസ്റ്റായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇത്താടെ മോളാണിത്. ഒരു സ്റ്റിക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. എന്നാലും ഉമ്മയും മോളും ഒരുമിച്ച് മത്സരിച്ചല്ലോ. അതാ നിയമയുടെ അടിപൊളി 3rd പ്രൈസ് കിട്ടിയിട്ടുള്ള ഈ ഒരു റൈസും ചിക്കനും. ഇതിൻ്റെ പേര് തന്നെ ഇതിൽ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. ഒരു റൊട്ടശ്ശേരി ചിക്കനും ലബനീസ് റൈസും. അപ്പോൾ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഇന്നോവേഷനായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് ജീരക്കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരാൾ. അങ്ങനെ നമ്മൾ വീണ്ടും ഷെലാൻ്റെ ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അവളും അടുത്ത് വേറൊരു ഐറ്റമൊക്കെ ആയിട്ട് വേറൊരു ഇത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, എഴുതി വെച്ചിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ നദീറത്താൻ്റെ എന്തോ കുമ്പളങ്ങ വെച്ചിട്ടുള്ള എന്തോ ആണ് സാധനം. ഏതായാലും ഇതാ ഇത്രയും വലിയൊരു കിഴി പോലെ കാണുന്നുണ്ട്. കാണാനേ അടിപൊളിയാണ്. എല്ലാവരും കഴിച്ചു ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ ലാസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കലും അതുപോലെ എൻ്റെ ഐറ്റത്തിൻ്റെ അടുത്ത് എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ വരലും എങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായിടത്തും എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ നസീമത്ത ഒരു അടിപൊളി ആളാണ് കേട്ടോ. നന്നായിട്ട് പാട്ട് പാടും, പാചകം ചെയ്യും. ആളെ പാട്ട് കേൾക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. മാപ്പിളപ്പാട്ടുകളും
പിന്നെ എന്താ ഇത് വേറൊരു നസീമത്ത, ഇതയാൾ ഒരു പൊടി കറി പൗഡറുകളും അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ പുത്തനത്താണി നസീമാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതാ, അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പുറം നേരത്തെ ഹായ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ കുറേ ആൾക്കാരെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നിയമയും അതുപോലെ തന്നെ സാരത്തിയും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഐറ്റം ജഡ്ജ്മെൻറ്റിന് വരും എന്നുള്ള ആ ഒരു ഇതിൽ കാത്തു നിൽക്കണം. അപ്പോൾ എൻ്റെ ഐറ്റത്തിൻ്റെ അടുത്തെത്തി, ഇത് നിങ്ങൾക്ക് വോയിസിൽ കേൾക്കാം. ആക്ച്വലി ഇതെല്ലാം നെയ്പ്പറവല്ല, നക്ഷത്ര നെയ്പ്പറവല്ല, മൈലാഞ്ചി ചിക്കൻ. ഇതിൽ മൈലാഞ്ചി മൈലാഞ്ചി കഴിക്കണം. അങ്ങനെ ആക്കിയപ്പോൾ ഒരു നല്ല പേരുണ്ട്. തേങ്ങാപ്പാലിൽ ഇങ്ങനെ കഴിക്കാൻ ഇതിനകത്ത് ഇറക്കി വെച്ചിരിക്കുകയാണോ? അതിനുള്ളിൽ അതിച്ചിട്ട് വെച്ചു. ഞാനിത് എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചാൽ തേങ്ങാപ്പാലിൽ നെയ്പത്തലിൽ എന്താ ചെയ്തത്? നെയ്പത്തല് ചെറിയുള്ളി, അതേപോലെ തന്നെ റവ ഒരു ഒരു ടേബിൾ സ്പൂണും ഒരു നെയ്പത്തലിൽ പിന്നെ റവ ചേർക്കുന്നത്. ഇത് ക്രിസ്മസിന് നെയ്പത്തൽ അങ്ങനെ ആവില്ല കേട്ടോ. ഇല്ല, പക്ഷെ ഞാൻ അതുകൊണ്ടാണ് നെയ്പത്തൽ പേരിട്ടിട്ടില്ല. പച്ചയ്ക്ക് തന്നെ കൊടുത്തിട്ടുള്ളത്. പേര് നല്ല ഭംഗി. അതെ, കേൾക്കുമ്പോൾ നല്ല സുഖം. അപ്പോൾ ജഡ്ജ്മെൻറ്റിന് ശേഷം ഇവരൊക്കെ പോയതിന് ശേഷം എന്താ മഞ്ഞളാങ്കേലി സാർ വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലിടാണ്. പൈസ നന്നായിട്ട്, വെരി ഗുഡ്. അങ്ങനെ മലയാള മനോരമയ്ക്ക് വേണ്ടി കുറേ ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് നിൽക്കാണ്ട് ഞങ്ങൾ എല്ലാ മത്സരാർത്ഥികളും കൂടി മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ തിരക്കിലായി. പിന്നീട് ജഡ്ജ്മെൻ്റ് ആയിട്ട് ഒരുപാട് ദൂരത്ത് നിന്ന് എല്ലാവരും വന്നിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. എല്ലാ ഭക്ഷണവും നല്ലതായിരുന്നു. വളരെ ചെറിയ നമുക്ക് മനോരമ നമ്മൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൊടുക്കണമല്ലോ, അതുകൊണ്ട് മാത്രം ആണ് നമ്മളിങ്ങനെ തിരഞ്ഞെടുത്തിട്ടില്ല. ഫസ്റ്റ് സെക്കൻഡ് ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് മാർക്ക് പോയിട്ടുള്ളൂ. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എല്ലാവരും വിന്നേഴ്സാണ്, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പറയണമല്ലോ അല്ലേ. അപ്പോൾ തേർഡ് അപ്പോൾ തേർഡ് പ്രൈസ് ആർക്കാണ് കിട്ടിയിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലേ പറയുന്നത്? എല്ലാവർക്കും പുള്ളി എല്ലാവരും ഒരേപോലെയല്ലേ കാണുന്നത്. അപ്പോൾ നമുക്ക് തേർഡ് പ്രൈസ് വന്നിട്ടുള്ളത് കോഡ് നമ്പർ 23. അങ്ങനെ ആ
ആദ്യം തന്നെ തേർഡ് പ്രൈസ് വിളിച്ചു. നമ്മളെ നിയമാക്കാട്ടോ, നിയമയുടെ ആ റൈസും ചിക്കനുമാണ് തേർഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവൾക്കുള്ള ക്യാഷിൻ്റെ ചെക്കും പിന്നൊക്കെ കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഷബ്നാക്കും കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ ഫസ്റ്റ് പ്രൈസ് നമ്മൾ ഷാലാക്ക് 10,000 രൂപയും ക്യാഷ് പ്രൈസും മൊമെൻ്റും ഒക്കെ കിട്ടിയിട്ടോ. അപ്പം മഞ്ഞളാങ്കരയിൽ സാറിനെ കാണാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് മൂപ്പരോട് സംസാരിക്കാൻ പറ്റിയതൊക്കെ. പിന്നെ ഷാലാൻ്റെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തതാണ്. അവളുടെ ഒരേ ഒരു മകൾ. അവൾക്ക് 6 മക്കളാണ്, 5 ആൺകുട്ടികളും 1 പെൺകുട്ടി. അതിൽ ഇവളാണ് സാറ. അവളുടെ പേരാണ് അവളുടെ ഇതിനിട്ടിട്ടുള്ളത് കേട്ടോ, കാറ്ററിങ്ങിന്. അങ്ങനെ എൻ്റെ സമയമായി ഞാനും പ്രോത്സാഹന സമ്മാനം മൊമെൻ്റ് വാങ്ങാനായിട്ട് പോയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം എന്താ അവളുടെ ഫോട്ടോ ഇതൊക്കെ പത്രത്തിൽ വന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ എനിക്കും കിട്ടിയ ഫോട്ടോനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഇതാ മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒക്കെ ചേർന്നിട്ടല്ലേ നടത്തിയത്. അതിനുശേഷം ഒരു ലക്കി ഡ്രോയും കൂടെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ അവിടെ ജ്വല്ലറി പോയി. ഞാൻ എന്താ അവിടെ ജ്വല്ലറി അടിപൊളിയാണ് കേട്ടോ. അവിടെ ഒരുപാട് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഹോൾസെയിലാണ് നമ്മുടെ മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഹോൾസെയിൽ റേറ്റിലാണ്. അതേപോലെ തന്നെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെയുണ്ട്.